കഴിഞ്ഞ മോഡ്യൂളില് ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് മോഡ്യൂൾ ആണ്. സെക്കൻഡ് മോഡ്യൂളിന്റെ പേര് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഓഡിബിൾ അല്ലേ? ഓഡിബിൾ അല്ലേ? ഓക്കെ. സെക്കൻഡ് മോഡ്യൂളിന്റെ പേര് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിള് ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് വെച്ചാൽ റാൻഡം വേരിയബിൾ എന്ന് വെച്ചാൽ സാമ്പിൾ സ്പേസ് റിയൽ നമ്പറിലേക്കുള്ള ഫംഗ്ഷൻ ആണ് റാൻഡം വേരിയബിൾ. കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചു രണ്ട് ടൈപ്പ് റാൻഡം വേരിയബിൾ ഉണ്ട്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനായ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസോൺ ഡിസ്ട്രിബ്യൂഷനും ആണ് നമ്മൾ കഴിഞ്ഞ മോഡ്യൂള് ഡിസ്കസ് ചെയ്തത്. അതായത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് വെച്ചാൽ ആ റാൻഡം വേരിയബിളിന്റെ വാല്യൂസ് സെപ്പറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും. അതായത് x=0, 1, 2, 3 എക്സെട്ര അങ്ങനെയുള്ള ഒന്നുകിൽ ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ റിയൽ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും. നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആ റാൻഡം വേരിയബിളിന്റെ നമ്പർ ആ റാൻഡം വേരിയബിളിന് ഒരു നമ്പർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂല. ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിനുള്ളിൽ മാത്രമേ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ വാല്യൂസ് നമുക്ക് പറയാൻ പറ്റൂ. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ കേസിൽ ഡിസ്ക്രീറ്റിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ആവാം, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ ആകാം. അതുപോലെ റിയൽ വാല്യൂ വരുന്ന റാൻഡം വേരിയബിളിനെയാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയാം. അപ്പോൾ ഇറ്റ് ക്യാൻ ടേക്ക് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ടേക്ക് ദി വാല്യൂ ഓഫ് പെർട്ടിക്കുലർ ഇന്റർവെൽ. ഒരു ഇന്റർവെല്ലിനുള്ളിലാണ് നമുക്ക് ഈ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ വാല്യൂ പറയാൻ പറ്റുന്നത്. അതായത് 0, 1, 2, 3 എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ വാല്യൂ പറയാൻ പറ്റൂല. ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിനുള്ളിലാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ വാല്യൂ സാധാരണ പറയുന്നത്. അതായത് 0 കഴിഞ്ഞിട്ട് റാൻഡം വേരിയബിളിന്റെ വാല്യൂ 1 ആയിരിക്കൂല. 0ന് അടുത്തുള്ള 0.001 അങ്ങനെ അടുത്തുള്ള വാല്യൂ ആണ് ഉണ്ടാവുക. അപ്പം സെപ്പറേറ്റ് ആയിട്ട് വാല്യൂ പറയാൻ പറ്റൂല. ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിനകത്താണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ വാല്യൂ നമ്മൾ സാധാരണ പറയുന്നത്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന് ഒരു എക്സാമ്പിൾ ആണ് ലൈഫ് ലെങ്ത് ഓഫ് എ ബൾബ്, പിന്നെ ഹൈറ്റ് ഓഫ് എ സ്റ്റുഡൻസ്. അതായത് ഹൈറ്റ് എന്ന് പറയുന്നത് മെഷർമെന്റ് ആണ്. അത് ചെറിയൊരു നമ്പർ ആയിരിക്കും. അതായത് നമുക്ക് ലെങ്തിനെ സെന്റിമീറ്റർ, മില്ലിമീറ്റർ അങ്ങനെ പറഞ്ഞിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പം ആ ലെങ്ത് ഹൈറ്റ് ഓഫ് എ സ്റ്റുഡന്റിന്റെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയിട്ട് എടുക്കാം. അത് ഒരു പെർട്ടിക്കുലർ കേസിൽ നമ്മൾ ഇൻറ്റീജർ മാത്രമേ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിലേക്ക് പോകാം. എന്നാലും നമുക്ക് അതിനെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ ലൈഫ് ലെങ്ത് ഓഫ് എ ബൾബ് എന്ന് പറയുന്നത്, ഒരു ബൾബിന്റെ ലൈഫ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് പറയാം ഇത്ര മണിക്കൂർ വരെ ആ ബൾബിന്റെ ലൈഫ് ലെങ്ത് നിൽക്കും നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിനുള്ളിൽ നമുക്ക് പറയാം ആ ബൾബിന്റെ ലൈഫ് ലെങ്ത് ഉണ്ടാവുന്നു ഒരു സമയം.
പിന്നെ വെയിറ്റിംഗ് ടൈം, അതൊക്കെ റാൻഡം വേരിയബിള്. അങ്ങനെയുള്ള റാൻഡം വേരിയബിൾ എല്ലാം കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആന്ന് പറയാം. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ നമ്മൾ എക്സിന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ, എക്സിനൊരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഉണ്ട്, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് ആണ്. എക്സിന്റെ എക്സ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ എക്സിന്റെ പ്രോബബിലിറ്റി, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ എക്സിന്റെ പ്രോബബിലിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് ആണ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന് ഈ എഫ് ഓഫ് എക്സിന് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നാ പറയാം. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അതായത് എക്സ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ നമ്മൾ അവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ്. അതുപോലെ കണ്ടിന്യൂസിന്റെ കേസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. അപ്പൊ എക്സിന് എക്സ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിന്റെ ലിമിറ്റ്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് -∞ ടു +∞ ആണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അത് റെസ്ട്രിക്റ്റ് ചെയ്യാം. ഒബിയസ്ലി ആയിട്ട് നമ്മൾ -∞ ടു +∞ എന്നാണ് പറയുന്നത്. നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിനകത്ത് നമുക്ക് ഇതിന്റെ ലിമിറ്റ് -1 to 1, 2 to 3 അങ്ങനെ എടുക്കാം. ജനറൽ ആയിട്ട് എക്സ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ എക്സ് ടേക്സ് ദി വാല്യൂ -∞ ടു +∞ ആണ്. ഇപ്പൊ പറഞ്ഞത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്താണ്, അതായത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാല് ഇറ്റ് ടേക്ക് വാല്യൂസ് ഇൻ എ പർട്ടിക്കുലർ ഇന്റർവെൽ. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിനുള്ളിലായിരിക്കും. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്. കണ്ടിന്യൂസ് പ്രോബബിലിറ്റി, ഈ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷന് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നാന്ന് പറയാം. ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് ആണ്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ്, ഫസ്റ്റ് വൺ ഡിസ്ക്രീറ്റിന്റെ കേസിലുള്ളത് തന്നെയാണ്, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. സെക്കൻഡ് വൺ ഡിസ്ക്രീറ്റിന്റെ കേസിൽ നമ്മൾ പഠിച്ചത് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് സെക്കൻഡ് വൺ സിഗ്മ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ്. ടോട്ടൽ പ്രോബബിലിറ്റി 1. ഇവിടെ കണ്ടിന്യൂസ് സം ആയതുകൊണ്ട് സിഗ്മക്ക് പകരം ഇന്റഗ്രൽ ആണ്. ഇന്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. സോറി, എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് അല്ല, എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1. ഇന്റഗ്രൽ ഓവർ എക്സിന്റെ ലിമിറ്റ് -∞ ടു +∞ ആണ്. എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് അല്ലേ, സിഗ്മ ഓവർ എക്സ് റേഞ്ചസ് ടു -∞ ടു +∞, എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1. ഇവിടെ സിഗ്മ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് 1 എന്ന് പറയുന്ന പോലെ കണ്ടിന്യൂസ് സം ആയതുകൊണ്ട് ഇന്റഗ്രൽ -∞ ടു +∞, എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1. ഡെഫിനിഷൻ എഴുതിക്കോ. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ definition: continuous random variable. It's a random variable. It's a random variable. It's a random variable. It can take the values in a. It can take the values in a particular interval. It can take the values in a particular interval. A function f from R to R, a function f from R to R, real number to real number ആണ്. A function f from R to R is the PDF of the continuous random variable.
A function f from R to R is the PDF of, അതായത് പ്രോബബിലിറ്റി PDF ന്റെ ബ്രാക്കറ്റിൽ എഴുതിക്കോ. അതായത് PDF എന്ന് പറഞ്ഞാൽ ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ PDF എന്നും പറയും. A function f from R to R is the probability density function ബ്രാക്കറ്റിൽ PDF. A function f from R to R is the probability density function ബ്രാക്കറ്റിൽ PDF of a continuous random variable if and only if it satisfies the following two condition. ഈ രണ്ട് കണ്ടീഷൻ എഴുതിക്കോ, ഇമ്പോർട്ടന്റ് ആണ്. f of x greater than or equal to 0 and integral minus infinity to plus infinity f of x dx equal to 1. ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുമില്ല, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ ടു പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് വൺ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സെക്കൻഡ് വൺ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1. നെക്സ്റ്റ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ or distribution function ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ denoted capital F of x and is defined as probability of capital X less than or equal to small x. In probability case, definition is minus infinity to x f of x dx. The small f of x ആണ്. Cumulative distribution denotes capital F of x and is defined as a p of x less than or equal to x, which is equal to minus infinity to x f of x dx. ഇനി ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷന്റെ ഡെറിവേറ്റീവ് ആണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്തോ. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ടു, ഇതിനകത്ത് നിന്ന് നമുക്ക് പറയാം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുത്താല് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. നോക്കിയേ, ഇന്റഗ്രലും ഡെറിവേറ്റീവും എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ്. ഇന്റഗ്രലും ഡെറിവേറ്റീവും ക്യാൻസൽ ആയി പോകും. അപ്പൊ എന്താ എഴുതാ? ഡി ബൈ ഡി എക്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സ്മോൾ എഫ് ഓഫ് എക്സ് മീൻസ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇമ്പോർട്ടന്റ് ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്.
നെക്സ്റ്റ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ കേസിലെ മീനും വേരിയൻസും ആണ്. മീൻ ആൻഡ് വേരിയൻസ് ഓഫ് mean and variance of continuous random variable. ഏതൊരു ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. mu equal to e of x equal to and is defined as x is a continuous random variable ആണ്. അപ്പോൾ അതിന്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു സിഗ്മ ഓവർ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. ഇവിടെ സിഗ്മക്ക് പകരം ഇന്റഗ്രൽ ആണ്. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് കണ്ടിന്യൂസ് സം ആയതുകൊണ്ടാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ കേസിൽ ഇന്റഗ്രേഷൻ വരുന്നത്. മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്, എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. അതുപോലെ വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ സ്ക്വയർ ആണ്, ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. E of x square equal to minus infinity to plus infinity x square into f of x dx. And E of x is minus infinity to plus infinity x into f of x. E of x square is integral minus infinity to plus infinity f of x dx. ക്ലിയർ അല്ലേ? അപ്പൊ ഫോർമുലാസ് പഠിച്ചു നോക്കണം. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടന്റ് ആണ്. അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ മീൻ ആൻഡ് വേരിയൻസും ഇത് ഇമ്പോർട്ടന്റ് ആണ്. മീൻ ഈക്വൽ ടു ഇ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഡി എക്സ് ഉണ്ട്. അതുപോലെ ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, നെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. If a random variable has the probability density f of x equal to 2 into e raised to minus 2x, x greater than 0, 0, x less than or equal to 0. Find the probability that it will take on the value, first one between 1 and 3, second one greater than 0.5, greater than 0.5. Question എന്താണ്? If a random variable has the probability density f of x equal to 2 e raised to minus 2x, x greater than 0, equal to 0 if x less than or equal to 0. Find the probability that it will take the value on between 1 and 3 and second one greater than 0.5.
ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ ആണ്. അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നാ തന്നത്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതെന്ത് റാൻഡം വേരിയബിൾ ആ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് മാത്രമേ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളൂ. എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 2x. എക്സ് 0യും നെഗറ്റീവ് വാല്യൂസും ആണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ബിറ്റ്വീൻ 1 and 3 ആണ്. അപ്പോൾ പി ഓഫ് പ്രോബബിലിറ്റി ഓഫ് ബിറ്റ്വീൻ 1 and 3 എന്ന് പറഞ്ഞാൽ 1നും 3നും ഇടയിലുള്ളത്. അപ്പൊ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. പ്രോബബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ സൊല്യൂഷൻ ആണ്. പ്രോബബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 ആൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് ഇന്റഗ്രൽ 1 to 3 എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി ക്വസ്റ്റിനകത്ത് നോക്കുക. എക്സ് 1 to 3 ആകുന്ന കേസിൽ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്താന്ന്, അതായത് എക്സ് 0നേക്കാളും ഗ്രേറ്റർ ആകുന്ന കേസിലെല്ലാം എഫ് ഓഫ് എക്സ് 2 ഇ റൈസ് ടു മൈനസ് 2x ആണ്. അപ്പോ 1 to 3 എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. അപ്പൊ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 2x ആണ് ഈ ഒരു കേസ് ക്വസ്റ്റിനകത്തുള്ള. അപ്പൊ ഇന്റഗ്രൽ 1 to 3 എഫ് ഓഫ് എക്സ് ഈസ് 2 ഇ റൈസ് ടു മൈനസ് 2x dx. ഇന്റഗ്രേറ്റ് ചെയ്യാം. 2 കോൺസ്റ്റന്റ് ആണ്, അതിനെ ഔട്ട് സൈഡിൽ എടുക്കുക. 1 to 3 ഇ റൈസ് ടു മൈനസ് 2x dx. നമുക്കറിയാം ഇന്റഗ്രൽ ഇ റൈസ് ടു ax dx ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു ax ബൈ a ആണ്. അപ്പം e raised to minus 2x dx is 2 into e raised to minus 2x divided by minus 2. Definite integral ആണ് 1 to 3. It's equal to 2 taking outside, 2 by minus 2 is equal into e raised to അപ്പർ ലിമിറ്റ്, ഫസ്റ്റ് അപ്പർ ലിമിറ്റ് എക്സിന് ഇട്ട് കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് 3 ആണ്. ഇ റൈസ് ടു മൈനസ് 2 ഇൻറ്റു 3 മൈനസ് ഇ റൈസ് ടു മൈനസ് 2 ഇൻറ്റു 1 വിച്ച് ഇസ് ഈക്വൽ ടു 2 and 2 will cancel, മൈനസ് ഇ റൈസ് ടു മൈനസ് 6 മൈനസ് ഇ റൈസ് ടു മൈനസ് 2. മൈനസിനെ ബ്രാക്കറ്റിനുള്ളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ഇ റൈസ് ടു മൈനസ് 2 മൈനസ് ഇ റൈസ് ടു മൈനസ് 6. അപ്പോൾ പി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 ഈസ് ഇ റൈസ് ടു മൈനസ് 2 മൈനസ് ഇ റൈസ് ടു മൈനസ് 6. നെക്സ്റ്റ് ഗ്രേറ്റർ ദാൻ 0.5 ആണ്. 0.5നേക്കാളും വലുതിന്റെ പ്രോബബിലിറ്റി, അതായത് ഇന്റഗ്രൽ പി ഓഫ് ഗ്രേറ്റർ ദാൻ 0.5 എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ 0.5 വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0.5 ടു മാക്സിമം വാല്യൂ ഇൻഫിനിറ്റി വരെ പോകാം. ഫംഗ്ഷൻ 2 ഇ റൈസ് ടു മൈനസ് 2x dx. Constant 2 will outside, take the outside, 0.5 to infinity e raised to minus 2x dx which is equal to 2 into e raised to minus 2x, integral of e raised to minus 2x, e raised to minus 2x divided by minus 2, ranges to 0.5 to infinity. 2 cancel ചെയ്യാം. minus of e raised to minus 2 infinity മൈനസ് അപ്പർ ലിമിറ്റ് ആയി ഇൻഫിനിറ്റി എക്സിന് ഇട്ട് കൊടുത്ത് ഇ റൈസ് ടു മൈനസ് 2 ഇൻഫിനിറ്റി വരും. മൈനസ് ഇ റൈസ് ടു മൈനസ് 2 ഇൻറ്റു
0.5, which is equal to minus e raised to minus infinity. 2 into infinity infinity തന്നെയാണ്. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു 2 into 0.5 1 ആണ്. അപ്പോൾ -1. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. അപ്പോൾ മൈനസ് ഓഫ് 0 മൈനസ് ഇ റേസ് ടു -1. മൈനസിന് ബ്രാക്കറ്റിനുള്ളിൽ കൊടുത്താൽ ആൻസർ ഇ റേസ് ടു -1. Next question. Given the probability density function, given probability density function PDF f of x equal to probability density function ആണ് f of x equal to k by 1 plus x square minus infinity less than x less than infinity. Find k. ഇവിടെയും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആ എഫ് ഓഫ് എക്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1. അതായത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി കെ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു കെനെ നമുക്ക് ഔട്ട് സൈഡിൽ എടുക്കാം ഈക്വൽ ടു 1 ഇംപ്ലൈസ് കെനെ ഔട്ട് സൈഡിൽ എടുത്താൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി 1 ബൈ 1 പ്ലസ് കെ സ്ക്വയർ എക്സ് സ്ക്വയർ ഡി എക്സ്. നമ്മൾ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഡി എക്സിന്റെ വാല്യൂ ഈക്വൽ ടു 0 if എഫ് ഓഫ് എക്സ് ഈസ് odd function. Odd function f of x minus infinity to plus infinity f of x dx ന്റെ വാല്യൂ 0 ആവും. ഏത് f of x odd function ആണെന്ന കേസിൽ. odd function ആണെന്ന് നോക്കാൻ f of minus x equal to minus f of x ആണെങ്കിൽ odd function ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ f of x equal to x cube ആണെന്ന് വിചാരിച്ചോ. അപ്പോ എഫ് ഓഫ് മൈനസ് എക്സ് എന്താവും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ഹോൾ ക്യൂബ് വരും. മൈനസ് എക്സ് ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ക്യൂബ് തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആണ് അല്ലെ. എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ആണ്. അപ്പൊ ഇത് ഓഡ് ഫംഗ്ഷൻ ആണ്. ഇതേ ഫോർമുല വന്നിട്ടുണ്ടെങ്കിൽ ആ ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി ഇത് ഈവൻ ഫംഗ്ഷൻ ആണ്, ഇത് ബ്രാക്കറ്റിൽ എഴുതിയാൽ മതിയെ. ഇനി ഇത് ഈവൻ ഫംഗ്ഷൻ ആണ് കേസിൽ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇത് ഈവൻ ഫംഗ്ഷൻ ആണ് കേസിൽ ഈ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈവൻ ആകുന്ന കേസിൽ, ഈവൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമുക്കിത് ഈവൻ ഫംഗ്ഷൻ എന്ന് പറയാം. അതായത് എക്സാമ്പിൾ എക്സ് സ്ക്വയർ, അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ ഈ ഫംഗ്ഷൻ ഈവൻ ആണോ ഓടാണോ? നമുക്ക് ഇവിടെ കിട്ടിയ ഈ 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിന് എക്സിന് മൈനസ് എക്സ് ഇട്ട് കൊടുത്താൽ ഫംഗ്ഷൻ മാറുന്നുണ്ടോ ഇല്ലയോ നോക്കിയാൽ ഇത് ഈവൻ ആണോ ഓടാണോ എന്ന് പറഞ്ഞേ. ഫംഗ്ഷൻ ഈവൻ ആണോ ഓടാണോ? ഈവൻ ഫംഗ്ഷൻ. ഈവൻ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, കെ ഇൻറ്റു ടു ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി
k ഔട്ട്സൈഡിലുണ്ട്. 2k ഇൻറ്റു ഇന്റഗ്രൽ 0 to infinity 1/1 plus x square dx equal to 1. So which is equal to നമുക്കറിയാം ഇന്റഗ്രൽ 1/a² plus x സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് 1/a ഇൻറ്റു ടാൻ ഇൻവേഴ്സ് x/a ആണ്. അപ്പൊ അത് ഇവിടെ അപ്ലൈ ചെയ്താൽ 2k ഇൻറ്റു ഇവിടെ എന്റെ പ്ലേസിൽ 1 ആണ്, ടാൻ ഇൻവേഴ്സ് എക്സ് വരും. ടാൻ ranges to 0 to infinity equal to 1 which is equal to k ആണ് നമുക്ക് വേണ്ടത്. 2k ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 0 ഈക്വൽ ടു 1. ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി, ടാനിന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത് തീറ്റന്റെ വാല്യൂ π/2 ആകുന്ന കേസിലാണ്. π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 0 ആണ്. ടാനിന്റെ വാല്യൂ 0 ആകുന്നത് 0 എന്നുള്ള കേസിലാണ്. which is equal to 2ഉം 2ഉം ഈക്വൽ ടു 1 ഉണ്ട്. ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ k π ഈക്വൽ ടു 1, k ഈക്വൽ ടു 1/π. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം. അറ്റൻഡൻസ് അഭിജിത്ത് ദിവ്യേഷ്, അഭിജിത്ത് ദിവ്യേഷ്, ഹലോ ആദിത്യ, ആകാശ്, അഖിൽ, അക്ഷയ, ഓക്കെ, അനന്യ, അനുഷ്ക, ആയിഷ, ദേവപ്രിയ, സഹല, ജിൻഷ,